ശ്രീ പരമാത്മനേ നമഃ. വിശ്വരൂപ ദർശന യോഗം എന്ന 11-ാം അധ്യായത്തിലെ 15-ാമത്തെ ശ്ലോകം. അർജുന ഉവാച: പശ്യാമി ദേവാംസ്തവ ദേവദേഹേ സർവാംസ്തഥാഭൂത വിശേഷ സംഘാൻ ബ്രഹ്മാണമീശം കമലാസനസ്ഥം ഋഷീംശ്ച സർവാനുരഗാംശ്ച ദിവ്യാൻ. ദേവാ തവ ദേഹേ, ഭഗവാനെ അങ്ങയുടെ ദേഹത്തിൽ, ദേവാൻ തഥാ ദേവന്മാരെയും അതുപോലെ, സർവാൻ ഭൂതവിശേഷ സംഘാൻ സകല ജീവജാലങ്ങളെയും, കമലാസനസ്ഥം കമലാസനത്തിൽ ഇരിക്കുന്ന, ഈശം ബ്രഹ്മാണം ഈശനായ ബ്രഹ്മാവിനെയും, സർവാൻ ഋഷീൻച എല്ലാ ഋഷിമാരെയും, ദിവ്യാൻ ഉരകാൻ ച പശ്യാമി ദിവ്യ സർപ്പങ്ങളെയും ഞാൻ കാണുന്നു. അല്ലയോ ദേവ, അങ്ങയുടെ വിശ്വരൂപ ശരീരത്തിൽ ദേവന്മാരെയും അതുപോലെ കൂട്ടം കൂട്ടമായുള്ള മറ്റെല്ലാ പ്രപഞ്ച ഘടകങ്ങളെയും, പ്രപഞ്ചത്തിന്റെ മുഴുവൻ രക്ഷിതാവായി നാഭിപത്മത്തിൽ സ്ഥിതി ചെയ്യുന്ന ബ്രഹ്മാവിനെയും, എല്ലാ ഋഷിമാരെയും, ദിവ്യങ്ങളായ സർപ്പങ്ങളെയും ഞാൻ കാണുന്നു. ആയിരക്കണക്കിൽ സൂര്യന്മാരുടെ തേജസ് ഒന്നിച്ചു കൂടിയാൽ എപ്രകാരമാണോ അപ്രകാരം ഉജ്ജ്വല തേജസ്സാർന്നവനാണ് ഭഗവാൻ എന്ന് സഞ്ജയൻ മുൻപ് പ്രസ്താവിച്ചതാണ്. അർജുനൻ ശ്രീകൃഷ്ണ പരമാത്മാവിനെ ദേവ എന്നാണ് സംബോധന ചെയ്തത്. ഹേ പ്രകാശ സ്വരൂപ എന്നാണ്. എല്ലാ ദേവന്മാരെയും മറ്റ് ജീവരാശികളെയും അങ്ങയുടെ ശരീരത്തിൽ ഞാൻ കാണുന്നു. അനേക വക്രനയനം, അനേകാത്ഭുത ദർശനം, അനേക ദിവ്യാഭരണം, ദിവ്യാനേകാദ്യധായുധം, ദിവ്യമാലാംബരധരം, ദിവ്യഗന്ധാനുലേപനം എന്നിങ്ങനെ വിശ്വരൂപത്തെ സഞ്ജയൻ മുൻപ് വിവരിക്കുകയുണ്ടായി. ആദി ഭൗതിക ഘടകങ്ങൾ മാത്രമല്ല, ആദി ദൈവിക ഘടകങ്ങളും വിരാട് രൂപത്തിൽ അർജുനൻ കാണുന്നു. ബ്രഹ്മാണം സൃഷ്ടികർത്താവായ ബ്രഹ്മാവിനെയും, കമലാസനസ്ഥം സ്ഥിതികർത്താവായ വിഷ്ണുവിനെയും, സംഹാരകർത്താവായ ശിവനെയും, ഈശം ഋഷീശ്വരന്മാരെയും താൻ കാണുന്നതായി അർജുനൻ എടുത്തു പറയുന്നു. അങ്ങ് പരമോന്നത പദവിയിലിരിക്കുന്ന ബ്രഹ്മാവും ഇങ്ങ് ഭൂമിക്കടിയിൽ മാളങ്ങളിൽ പാർക്കുന്ന പാമ്പുകളെല്ലാം വിരാട് പുരുഷന്റെ അംഗങ്ങളാണ്. സമഷ്ടിയിൽ നിന്ന് ഭിന്നമല്ല വൃഷ്ടി. ഈ യാഥാർത്ഥ്യം ലോകത്തിലെ തത്വദർശികൾക്കൊക്കെ അറിവുള്ളതും അനുഭവപ്പെട്ടതുമാണ്. സ്ഥൂല പ്രപഞ്ച ഘടകങ്ങൾ എന്ന പോലെ സൂക്ഷ്മ ശരീരികളായ ദേവന്മാരെയും ബ്രഹ്മാവിനെയുമൊക്കെ വിശ്വരൂപ ശരീരത്തിൽ അർജുനൻ കണ്ടു. ദേവന്മാരും ബ്രഹ്മാവും സൂക്ഷ്മ സങ്കല്പ രൂപികളാണ്. പ്രപഞ്ചത്തെ ആകെ തന്റേതെന്ന് അഭിമാനിക്കുന്ന അഹന്തയും അതിന്റെ സങ്കല്പങ്ങളും ചേർന്നതാണ് ബ്രഹ്മാവ്. പ്രത്യേക സങ്കല്പങ്ങളെ ആശ്ലേഷിക്കുന്ന അഹന്തകളാണ് ദേവന്മാർ. ഭഗവാന്റെ പ്രാണശരീരത്തിൽ മനുഷ്യ പക്ഷി മൃഗാദി ജീവികളെ പോലെ തന്നെ ഈ ദേവന്മാരും ബ്രഹ്മാവും ജീവിച്ചു പോരുന്നു. സ്ഥൂല ശരീരത്തെ മറന്ന് പ്രാണശരീരത്തെ നേരിട്ട് കാണുന്ന ഒരു യോഗിക്ക് ഈ ദേവരൂപങ്ങളെ വേർതിരിച്ചു തന്നെ കാണാൻ കഴിയും. സ്ഥൂല ശരീരികളായ മനുഷ്യർക്കും മറ്റും ഈ ദേവരൂപങ്ങൾ സങ്കല്പ വികാര രൂപത്തിൽ അനുഭവപ്പെടുന്നുണ്ട്. അവയെ സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പോലും അവയെല്ലാം സ്വന്തമാണെന്നാണ് പാവപ്പെട്ട മനുഷ്യന്റെ ഭ്രമം. മനസ്സിനെ കീഴടക്കി സത്യം കണ്ടവർക്ക് സങ്കല്പങ്ങൾക്കും വികാരങ്ങൾക്കും പ്രാണശരീരത്തിൽ വ്യക്തിത്വമുണ്ടെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് കാമാദി വികാരങ്ങൾക്കതീശരായി കാമദേവാദി ദേവന്മാരെ സത്യദർശികൾ പ്രകീർത്തിച്ചിരിക്കുന്നത്. ആദിയും മധ്യവും അന്തവും ഇല്ലാത്തവനാണ്, ആദിമധ്യാന്തരഹിതനാണ് വിശ്വരൂപൻ. ധീരധീരനെ പോലും ഭയവിഹുലനാക്കാൻ പോകുന്ന ഭഗവാന്റെ ഉഗ്രരൂപത്തെ അർജുനൻ വർണ്ണിക്കുന്നു.
16-ാമത്തെ ശ്ലോകം. അനേക ബാഹൂദര വക്ത്രനേത്രം പശ്യാമി ത്വാം സർവതോനന്ദരൂപം നാന്തം ന മദ്യം ന പുനസ്തവാദിം പശ്യാമി വിശ്വേശ്വര വിശ്വരൂപ. അനേക ബാഹൂദര വക്ത്രനേത്രം, അസംഖ്യം കൈകളും വയറുകളും വായകളും കണ്ണുകളുമുള്ള അനന്തരൂപം ത്വാം, അനന്തരൂപനായി അങ്ങയെ സർവദഃ പശ്യാമി, എല്ലായിടത്തും ഞാൻ കാണുന്നു. വിശ്വേശ്വര വിശ്വരൂപ, വിശ്വേശ്വരനായ ഹേ വിശ്വരൂപ, തവ ആദിം ന പശ്യാമി, അങ്ങയുടെ ആദിയും മധ്യം ന പുനഃ അന്തം ന, മധ്യവും അന്തവും ഒന്നും ഞാൻ കാണുന്നില്ല. വിശ്വത്തിന്റെ മുഴുവൻ രൂപവും തന്നിൽ ഉൾക്കൊള്ളുന്നവനെ, അങ്ങനെ വിശ്വത്തിന്റെ മുഴുവൻ രക്ഷിതാവായി വർത്തിക്കുന്നവനെ, അസംഖ്യം കൈകളും ഉദരങ്ങളും മുഖങ്ങളും കണ്ണുകളും ഉള്ളവനായും സർവത്ര അസംഖ്യം രൂപങ്ങൾ കൈക്കൊണ്ട് നിൽക്കുന്നവനായും അങ്ങയെ ഞാൻ കാണുന്നില്ല, പിന്നെ ആരംഭവും ഞാൻ കാണുന്നില്ല. വിരാട് രൂപത്തിന്റെ അപ്രമേയ മഹിമ സാധാരണ മനുഷ്യബുദ്ധി കൊണ്ട് ഗ്രഹിക്കാനായില്ല. അതിന്റെ അനന്തതയിൽ ബുദ്ധി പകച്ചുപോകും. എണ്ണമറ്റ കൈകളും ഉദരങ്ങളും മുഖങ്ങളും കണ്ണുകളുമുള്ളവനായും അറ്റം കാണാത്ത രൂപത്തോടു കൂടിയവനായും അങ്ങയെ ഞാൻ എല്ലായിടത്തും കാണുന്നു. അങ്ങനെയുള്ള അർജുനന്റെ പ്രസ്താവന പ്രപഞ്ചത്തിലെ ഏതൊരു സ്പന്ദനവും പരമാത്മശക്തിയാലാണ് സംഭവിക്കുന്നതെന്നും അതാണ് എല്ലാറ്റിനും സത്ത എന്നുമുള്ള വസ്തുതയെ സൂചിപ്പിക്കുന്നു. ഇത് വിരാട് പുരുഷന്റെ ആകൃതിയാണെന്ന് ധരിച്ചു പോകരുത്. പരമാത്മാവിന്റെ രൂപം അല്ലെങ്കിൽ ആ ചിത്രം പ്രദർശിപ്പിക്കാൻ സാധിക്കുന്നതല്ല. ഉൾക്കാഴ്ചയുള്ള സൂക്ഷ്മ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാവുന്ന, സാക്ഷാത്കരിക്കാവുന്ന ഒരു യാഥാർത്ഥ്യമാണ് പ്രപഞ്ചത്തിലെ ഏകത്വം. അതൊരു കാഴ്ച വസ്തുവല്ല, ഇന്ദ്രിയങ്ങൾക്ക് വിഷയമാക്കാവുന്ന ഒന്നല്ല അത്. അങ്ങയുടെ ആദിയോ മധ്യമോ അന്തമോ ഒന്നും ഞാൻ കാണുന്നില്ല എന്ന അർജുനന്റെ വാക്കുകൾ തന്നെ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. നാമരൂപാത്മകമായ ജഗത്ത് ഏതിൽ നിന്നുണ്ടായോ, ഏതിൽ നിലനിൽക്കുന്നുവോ, ഏതിൽ വിലയം പ്രാപിക്കുമോ, സർവാധിഷ്ഠാനമായ ആ പരമ്പൊരുളിനെ ഇങ്ങനെയല്ലാതെ എങ്ങനെ വർണ്ണിക്കാനാണ്? വിചാരശീലരായ സാധകന്മാർക്ക് ഈ വർണ്ണനയിലെ ചമൽക്കാരം ആസ്വദിച്ചാനന്ദിക്കാനും തത്വം ഗ്രഹിച്ച് നിർവൃതി അടയാനും കഴിയും. മനോഹരമായ ഒരു പൂമാലയിൽ വിവിധ പുഷ്പങ്ങൾ എന്ന പോലെ വിരാട് രൂപത്തിൽ പ്രപഞ്ചത്തിലെ സമസ്ത സചേതനങ്ങളും അചേതനങ്ങളുമായ ഘടകങ്ങളും അടങ്ങിയിരിക്കുന്നു. എല്ലാ പ്രപഞ്ച ഘടകങ്ങളെയും കോർത്തിണക്കുന്ന വിശ്വരൂപനായ പ്രാണനെ സാക്ഷാത്കരിക്കാതെ തന്നെ ആദിമധ്യാന്തരഹിതമാണ് വിശ്വമെന്ന് അല്പം ചിന്തിച്ചാൽ ആർക്കും അറിയാൻ കഴിയും. ദേശത്തെയോ കാലത്തെയോ ആസ്പദമാക്കി വിശ്വത്തിന് ആദിയോ മധ്യമോ അന്തമോ കണ്ടെത്താൻ പറ്റുകയില്ല. പ്രത്യേക പ്രപഞ്ച ഘടകങ്ങൾക്ക് ആദിമധ്യാന്തങ്ങൾ കണ്ടെത്തി എന്ന് വരാം. എന്നാൽ പ്രപഞ്ചമാകെ കൂടി എടുത്താൽ എവിടെയാണ് ആരംഭം, എവിടെയാണ് മധ്യം, എവിടെയാണ് അന്തം, എന്നാണ് ആരംഭം, എന്നാണ് മധ്യം, എന്നാണ് അന്തം, പുറമേ നോക്കുന്ന ആർക്കും ഇതൊരിക്കലും കണ്ടെത്താൻ കഴിയുകയില്ല. അക്കാരണത്താൽ തന്നെ വിശ്വമായി രൂപപ്പെട്ടിരിക്കുന്ന വസ്തു ആദിമധ്യാന്തരഹിതമാണെന്ന് തീരുമാനിക്കാം. സാധാരണ ദൃഷ്ടിയിൽ തന്നെ ഇത് എന്നുണ്ടെങ്കിൽ പ്രാണസാക്ഷാത്കാരം തുടങ്ങിയ മറ്റനുഭവ ഘട്ടങ്ങളിൽ അത് വ്യക്തമായി തെളിയുമെന്ന് പറയേണ്ടതില്ലല്ലോ. വിശ്വരൂപ ദർശനത്തിൽ എല്ലാ ശരീരങ്ങളും വിശ്വരൂപന്റേതായിട്ടാണ് അനുഭവപ്പെടുക. അപ്പോൾ വിശ്വരൂപന് അസംഖ്യം കൈകളും വയറുകളും മുഖങ്ങളും കണ്ണുകളുമൊക്കെ സ്വാഭാവികം മാത്രമാണ്. എങ്ങോട്ട് നോക്കിയാലും അസംഖ്യം രൂപങ്ങൾ പൊന്തി മറയുന്നതായി കാണപ്പെടുന്നത് കൊണ്ട് വിശ്വരൂപൻ സർവതോനന്ദരൂപനുമാണ്. സത്വഗുണ തേജസ് നിറഞ്ഞു നിൽക്കുന്ന വിഷ്ണു രൂപത്തെയും അർജുനനെ കാണാൻ കഴിഞ്ഞു. 17-ാമത്തെ ശ്ലോകം. കിരീടിനം ഗതിനം ചക്രിണം ച തേജോരാശിം സർവതോ ദീപ്തിമന്തം പശ്യാമി ത്വാം ദുർനിരീക്ഷ്യം സമന്താ ദീപ്താനലാർക്കാദ്യുതിമപ്രമേയം. കിരീടിനം ഗതിനം, കിരീടം ഗദ, ചക്രിണം ച, ചക്രം ഇവയോട് കൂടിയവനായും, തേജോരാശിം,
തേജോമയനായും സർവതഃ ദീപ്തിമന്തം സർവത്ര പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നവനായും ദുർനിരീക്ഷ്യം നേരെ നോക്കാൻ വയ്യാത്ത വിധത്തിൽ ദീപ്താനലാർക്കദ്യുതിം ജ്വലിക്കുന്ന അഗ്നിയുടെയും സൂര്യന്റെയും പ്രഭയുള്ളവനായും അപ്രമേയം ത്വാം അളക്കാൻ വയ്യാത്തവനായും അങ്ങയെ സമന്താത് പശ്യാമി എല്ലായിടത്തും ഞാൻ കാണുന്നു. കിരീടം ധരിച്ചവനായും ഗദ ധരിച്ചവനായും ചക്രായുധം ധരിച്ചവനായും എങ്ങും പ്രകാശം പരത്തുന്ന തേജസ്സിനിരിപ്പിടമായും ജ്വലിക്കുന്ന അഗ്നിയുടെയും സൂര്യന്റെയും കാന്തികൾ ഒരുമിച്ച് ചേർന്നവനായും അതുകൊണ്ട് നേരെ നോക്കിക്കാണാൻ അശക്യനായും ഒരു തരത്തിലും ഇന്ന വിധമെന്ന് തീരുമാനിക്കാൻ കഴിയാത്തവനായും വിശ്വരൂപനായ അങ്ങയെ നോക്കുന്നിടത്തെല്ലാം ഞാൻ കാണുന്നു. കിരീടം ഗദ ചക്രം എന്നിവയോട് കൂടിയവനായി വിരാട് പുരുഷനെ അർജുനൻ കാണുന്നു. ഈ ചിഹ്നങ്ങൾ അണിഞ്ഞുകൊണ്ടുള്ള മഹാവിഷ്ണുവിന്റെ ദിവ്യമംഗള കോമള കളേബരം പുരാണങ്ങളിൽ പ്രസിദ്ധമാണ്. ഹിന്ദുക്കളുടെ ദേവതാമൂർത്തികൾക്ക് ചില ചിഹ്നങ്ങളുണ്ട്. ചിഹ്നങ്ങൾ പ്രതീകാത്മകങ്ങളാണ്. നാമരൂപങ്ങൾ കൈക്കൊള്ളുമ്പോഴും ഈശ്വരൻ സർവശക്തനും ജഗൻ നിയന്താവുമാണെന്ന വസ്തുതയെ അവ സൂചിപ്പിക്കുന്നു. ബാഹ്യ സാഹചര്യങ്ങളെയും ആന്തര വികാരങ്ങളെയും സ്വനിയന്ത്രണത്തിൽ നിർത്താൻ കഴിവുള്ളവനാണ് നിയന്താവ് അല്ലെങ്കിൽ നാഥൻ. ജീവിതാനുഭവങ്ങൾക്കും ഇന്ദ്രിയ വിഷയങ്ങൾക്കും അടിമയായി കഴിയുന്നവൻ ബലഹീനനാണ്. ഇന്ദ്രിയ വ്യാപാരങ്ങളെയും ചിത്തവൃത്തികളെയും നിയന്ത്രിക്കാൻ കഴിവുള്ളവനാണ് കിരീടം ധരിക്കാൻ അർഹൻ. ക്ഷേമൈശ്വര്യപൂർണമായ ജീവിത സാമ്രാജ്യത്തിന് അധീശൻ അങ്ങനെയുള്ളവനാണ്. സർവതന്ത്ര സ്വതന്ത്രനും സർവനിയന്താവുമാണ് പരമാത്മാവ് അല്ലെങ്കിൽ വിഷ്ണു എന്ന് കിരീടി എന്ന വിശേഷണം കൊണ്ട് സൂചിപ്പിക്കുന്നു. മഹാവിഷ്ണു തന്റെ 4 തൃക്കൈകളിൽ ശംഖം, ചക്രം, ഗദ, താമര ഇവ ധരിച്ചിരിക്കുന്നതായാണ് സങ്കല്പം. ഇതൊരു പ്രതിരൂപാത്മക കൽപ്പനയാണ്. ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ശുഭത്തിന്റെ പ്രതീകമാണ് താമര. ധർമ്മകാഹളമാണ് ശംഖനാദം. അത് നമ്മുടെ ഉള്ളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. കർത്തവ്യ നിർവഹണത്തിനുള്ള കാഹളധ്വനി അവഗണിക്കുന്നവരെ പ്രഹരിക്കുവാനുള്ളതാണ് ഗദ. ജനങ്ങളിൽ കർത്തവ്യബോധം ഇല്ലാതാവുമ്പോൾ നാട്ടിൽ ദുർഭിക്ഷം, അന്തഛിദ്രം, പ്രകൃതിക്ഷോഭം തുടങ്ങിയ കെടുതികൾ അനുഭവപ്പെടുന്നതായിരിക്കും. ഈ ശിക്ഷകൾ കൊണ്ടും ഗദാപ്രഹരങ്ങൾ കൊണ്ടും നേരെയാവാത്തവരുടെ നേർക്ക് ഭഗവാൻ അപ്രതിഹതമായ കാലചക്രമയക്കുന്നു. ഒരിക്കലും നിൽക്കാതെ സദാ കറങ്ങിക്കൊണ്ടും എല്ലാം നശിപ്പിച്ചുകൊണ്ടും ഇരിക്കുന്ന കാലത്തിന്റെ പ്രതീകമാണ് സുദർശന ചക്രം. പ്രപഞ്ചത്തിലെ അധമാധമ ഭാവങ്ങളും ഉത്തമോത്തമ ഭാവങ്ങളും വിരാട് പുരുഷന്റെ അവയവങ്ങളായി അർജുനൻ ദർശിക്കുന്നു. സൃഷ്ടിജാലങ്ങൾക്ക് മാത്രമല്ല ത്രിമൂർത്തികൾക്കും ആശ്രയം ഒരേ ഒരു പരമ്പൊരുൾ തന്നെയെന്ന് ഇത് സൂചിപ്പിക്കുന്നു. എപ്പോഴും എവിടെയും എല്ലാമായി വിളങ്ങുന്നത് അതുതന്നെയാണ്. പരമാത്മ മഹിമ ഓരോന്നിലൂടെയും പ്രകടമാകുന്നത് ഉപാധിഭേദമനുസരിച്ച് ഏറ്റക്കുറിച്ചിലൂടെയാണെന്ന് മാത്രം. ശുദ്ധോപാധിയിലൂടെ പരമാത്മാവ് തെളിഞ്ഞു പ്രകാശിക്കുന്നു. മലിനോപാധിയിലൂടെ മങ്ങിയും പ്രകാശിക്കുന്നു. തേജപുഞ്ചമായി എല്ലായിടത്തും പ്രകാശിക്കുന്നവനായി നോക്കാൻ വയ്യാത്ത വിധം ആളിക്കത്തുന്ന അഗ്നിയുടെയും ജ്വലിക്കുന്ന സൂര്യന്റെയും പ്രഭയുള്ളവനായി അങ്ങയെ ഞാൻ സർവത്ര കാണുന്നു. അതിസുന്ദരമായ ഈ വർണ്ണന പരമാത്മ മഹിമയെ കുറിച്ച് ഏതാണ്ടൊരു ബോധം അനുവാചകരിൽ ഉളവാക്കാൻ പര്യാപ്തമാണ്. പ്രജ്ഞാന സ്വരൂപിയായ പരമാത്മാവിനെ പ്രകാശം എന്ന് പറയാം. എന്നാൽ നമുക്ക് സുപരിചിതമായ ഭൗതിക പ്രകാശമല്ല അത്. ഭൗതിക വസ്തുക്കളെ നാം കാണുന്നത് ഭൗതിക പ്രകാശത്തിലാണ്. അതല്ല ഇത്. ഏതൊന്നിന്റെ വെളിച്ചത്തിലാണോ നാം ഉള്ളിലെ വികാര വിചാരങ്ങൾ കാണുന്നത്, ആ പ്രകാശമാണ് പ്രജ്ഞാനം അഥവാ ആത്മചൈതന്യം. ആ ചൈതന്യമാണ് കണ്ണിലൂടെ പുറത്തു വന്ന് ബാഹ്യരൂപങ്ങളെ പ്രകാശിപ്പിക്കുന്നത്. ചെവിയിലൂടെ പുറത്തു വന്ന് ശബ്ദങ്ങളെ പ്രകാശിപ്പിക്കുന്നതും അത് തന്നെയാണ്. ഇങ്ങനെ ഓരോ ഇന്ദ്രിയം വഴി അതത് വിഷയത്തെ ഒരേ പരമാത്മ ചൈതന്യം തന്നെയാണ് പ്രകാശിപ്പിക്കുന്നത്. അതുകൊണ്ട് അർജുനന് പരിചിതമായ ഭാഷയിൽ പരമാത്മാവിനെ തേജോ രാശി എന്ന് വിശേഷിപ്പിച്ചത് യുക്തം തന്നെയാണ്. ദുർനിരീക്ഷ്യം എന്ന് എടുത്തു പറയുകയാൽ അത് സാധാരണ പ്രകാശമല്ല. ഇന്ദ്രിയ മനോബുദ്ധികൾക്ക് അത് വിഷയമല്ല എന്ന് വ്യക്തമാക്കിയിട്ടുമുണ്ട്.
സർവത്ര നിറഞ്ഞു തിങ്ങുന്ന തേജോരാശി, അഗ്നിയുടെയും സൂര്യന്റെയും കാന്തികൾ ഇടകലർന്ന പോലെ അർജുന മനസ്സ് പൂർണ്ണമായും പാകപ്പെട്ടിട്ടല്ല ഈ പ്രാണസാക്ഷാത്കാരത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. രജോ ഗുണാംശം ഇനിയും ഒട്ടേറെ ബാക്കി നിൽക്കുന്നുണ്ട്, അതിൽ സത്വഗുണപ്രകാശവും. അതുകൊണ്ടാണ് അഗ്നി സൂര്യന്മാരുടെ തേജസ്സുകൾ ഒരുമിച്ച അതുപോലെ കാണപ്പെട്ടത്. അതുപോലെ അർജുന മനസ്സിൽ ഒളിഞ്ഞു കിടന്നിരുന്ന രൂപസങ്കല്പങ്ങളും മൂർത്തിഭാവം കൈക്കൊണ്ട് വെളിപ്പെട്ടു. അതാണ് വിഷ്ണു രൂപവും പ്രത്യക്ഷത്തിൽ അനുഭവിക്കാൻ അർജുനന് ഭാഗ്യമുണ്ടായത്. പ്രാണസാക്ഷാത്കാരത്തിൽ യോഗിയുടെ സങ്കല്പത്തിന് അനുഗുണമായി പ്രാണനിൽ ഒളിഞ്ഞിരിക്കുന്ന ഏത് രൂപവും മൂർത്തരൂപം കൈക്കൊണ്ട് അനുഭവിക്കാറാകും. അതുകൊണ്ടാണല്ലോ നീ കാണാൻ ആഗ്രഹിക്കുന്നതൊക്കെ കാണാറാകുമെന്ന് ഭഗവാൻ തന്നെ നേരത്തെ അർജുനനോട് പറഞ്ഞത്. ഇങ്ങനെ എവിടെ നോക്കിയാലും അനന്തരൂപമായി തേജോരാശിയായി കാണപ്പെടുന്ന വിശ്വരൂപൻ അപ്രമേയനാണെന്ന് പറയേണ്ടതില്ലല്ലോ. താൻ കണ്ട വിശ്വരൂപത്തെയും അത് തന്നിൽ ഉളവാക്കിയ വികാരങ്ങളെയും തന്നാലാവും വിധം വർണ്ണിക്കാൻ അർജുനൻ ശ്രമിച്ചുവെങ്കിലും അതുകൊണ്ട് അയാൾ തൃപ്തനായിട്ടില്ല. നേരിയ ഒരു നിരാശ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിഴലിക്കുന്നുണ്ട്. തന്റെ ദിവ്യാനുഭൂതി മുഴുവനും വാക്കുകളിലൂടെ വ്യക്തമാക്കാനാവുന്നില്ലെന്ന് അർജുനൻ മനസ്സിലാക്കുന്നു. ഇന്ദ്രിയങ്ങൾ കൊണ്ട് കണ്ടതോ മനസ്സുകൊണ്ട് സങ്കല്പിച്ചതോ ബുദ്ധി കൊണ്ട് അറിഞ്ഞതോ ആയ ഒന്നിനെ വാക്കുകളിൽ വിവരിക്കാവുന്നതാണ്. വിശ്വരൂപം അദ്ദേഹം കൺമുൻപിൽ കാണുന്നു. അതിന്റെ അലൗകിക മഹിമ മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ തന്റെ ഈ ദിവ്യാനുഭവത്തെ വാക്കുകളിൽ ഒതുക്കാൻ ആവുന്നുമില്ല. ഇന്ദ്രിയങ്ങളുടെയോ മനസ്സിന്റെയോ ഭാഷയിൽ അതിനെ വിവരിക്കാനാവില്ലെന്ന് കണ്ട് ആശ്ചര്യഭരിതനായ അർജുനൻ ബുദ്ധിയുടെ ഭാഷയിൽ അത് വിവരിക്കാൻ ഒരു ശ്രമം നടത്തുകയാണ്. അതിലും അദ്ദേഹം പരാജയപ്പെടുന്നു. ഹേ ഭഗവാൻ, അപ്രമേയനാണ് അവിടുന്ന് എന്ന് സമാധാനിക്കുകയേ നിവൃത്തിയുള്ളൂ. വസ്തുനിഷ്ഠമായ അനുഭവങ്ങളെ വിവരിക്കുന്ന ഭാഷയിലാണ് വിശ്വരൂപത്തെ ഗീതാ കർത്താവ് വർണ്ണിക്കുന്നതെങ്കിലും പരമസത്യം നമ്മുടെ യഥാർത്ഥ സ്വരൂപം തന്നെയാണെന്നും ബുദ്ധിക്ക് പോലും അത് വിഷയമല്ലെന്നും നമ്മെ ബോധിപ്പിക്കാൻ ഇവിടെ ശ്രമിക്കുന്നുണ്ട്. ആത്മാവ് ദ്രഷ്ടാവാണ്, ദൃശ്യമല്ല. ദ്രഷ്ടാവും മന്ദാവും, അതായത് മനനം ചെയ്യുന്നവനും ജ്ഞാതാവുമായ പരമ്പൊരുളിനെ ഒരു ദൃശ്യവസ്തുവായി ദർശിക്കാനോ അറിയാനോ ആവില്ല. എന്തായാലും വിശ്വരൂപ ദർശനത്തോടെ അർജുനന് ഒരു കാര്യം സംശയമില്ലാതെ തെളിഞ്ഞു. ഈ വിശ്വത്തിന്റെ നിയന്താവ് വിശ്വരൂപനായ ഭഗവാൻ മാത്രമാണ്. ഇക്കാര്യമാണ് 18-ാം ശ്ലോകത്തിൽ വെളിപ്പെടുത്തുന്നത്. 18-ാമത്തെ ശ്ലോകം: ത്വമക്ഷരം പരമം വേദിതവ്യം ത്വമസ്യ വിശ്വസ്യ പരം നിധാനം ത്വമവ്യയ ശാശ്വത ധർമ്മഗോപ്ത സനാതനസ്ത്വം പുരുഷോ മതോമേ. ത്വം വേദിതവ്യം പരമം, അവിടുന്നാണ് അറിയപ്പെടേണ്ട പരമവും. അക്ഷരം, അക്ഷരവുമായ ബ്രഹ്മമെന്നും. ത്വം അസ്യ വിശ്വസ്യ, അവിടുന്നാണ് ഈ വിശ്വത്തിന്റെ പരം നിദാനം, പരമാശ്രയമെന്നും. ത്വം അവ്യയഃ, അവിടുന്നാണ് സനാതന ധർമ്മങ്ങളുടെ ശാശ്വത ധർമ്മഗോപ്ത, നിത്യരക്ഷകനെന്നും. ത്വം സനാതനഃ പുരുഷഃ, അവിടുന്ന് തന്നെ പരമാത്മാവെന്നും. മേ മതഃ, എനിക്ക് തോന്നുന്നു. വിശ്വരൂപനായ അങ്ങ് സത്യാന്വേഷികളാൽ അറിയപ്പെടേണ്ട ജഗത്തിന്റെ പരമകാരണമായ നിത്യവസ്തുവാണ്. ഈ പ്രപഞ്ചത്തിന് അങ്ങാണ് അന്തിമമായ ആശ്രയസ്ഥാനം. ഒരിക്കലും ഒരഴിവ് സംഭവിക്കാത്ത അങ്ങാണ് ധർമ്മത്തിന്റെ ശാശ്വതമായ രക്ഷിതാവ്. അങ്ങാണ് സദാ ഉണർന്നു വർത്തിച്ച് പ്രകൃതിയെ നിയന്ത്രിക്കുന്ന പുരുഷൻ. ഇക്കാര്യങ്ങൾ എനിക്ക് വ്യക്തമായും തെളിഞ്ഞിരിക്കുന്നു. വിവേകികൾ സ്വന്തം അനുഭവങ്ങളിൽ നിന്ന് ചില നിഗമനങ്ങളിലെത്തുന്നു. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ വ്യക്തമായത് എന്താണോ അത് തന്നെയാണ് ശരിയായ അറിവ്. അർജുനന് ദിവ്യമായ ഒരു അനുഭവമുണ്ടായി. ബുദ്ധി കൊണ്ട് അളക്കാനോ വാക്കുകളിൽ വിവരിക്കാനോ ആവാത്ത ഒരു കാഴ്ച അദ്ദേഹം കണ്ടു. അതിൽ നിന്ന് അയാൾ ഒരു നിഗമനത്തിലെത്തുന്നു. അതായത് താൻ ഈ കണ്ട വിരാട് രൂപത്തിന്റെ പിന്നിലെ ശക്തി, അതിനാധാരം പരമസത്യം തന്നെയാണെന്ന്.
വേദാന്തത്തിന്റെ ദൃഷ്ടിയിൽ സ്ഥൂല പ്രപഞ്ചം മാത്രമല്ല, ഇന്ദ്രിയ മനോബുദ്ധികൾ കൊണ്ട് കാണാനും അറിയാനും കഴിയുന്ന മൊത്തം അനുഭവ മണ്ഡലമാണ് വിശ്വം. ഈ വിശ്വരൂപത്തിന്റെ നിധാനം, അതായത് നാം എല്ലാവരും ശാരീരികവും മാനസികവും ബുദ്ധിപരവുമായി അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്ന എല്ലാറ്റിനും അധിഷ്ഠാനം ഈശ്വരനാണ്. സ്ഥലകാല പരിമിതികളോടുകൂടിയ പ്രപഞ്ച വസ്തുക്കളൊക്കെയും നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു. വസ്തുക്കൾക്ക് മാറ്റം സംഭവിക്കണമെങ്കിൽ മാറാത്ത ഒരു അധിഷ്ഠാനം അവയ്ക്ക് ഉണ്ടാകാതെ വയ്യ. ആളുകളും വസ്തുക്കളും അനുഭവങ്ങളും മാറുന്നത് നാം കാണുന്നു. മാറ്റങ്ങളെ കാണുന്ന സാക്ഷി ചൈതന്യമുണ്ടല്ലോ, അത് മാറുന്നില്ല. അതാണ് ആത്മാവ് അല്ലെങ്കിൽ പരമ്പൊരുൾ. വിരാട് രൂപിയായി അർജുനന് മുന്നിൽ നിൽക്കുന്നത് ആ പരമാത്മാവാണ്. തോമസ്യ വിശ്വസ്യ പരംനിധാനം എന്ന പ്രഖ്യാപനത്തിലൂടെ ഈ ആശയത്തെയാണ് അർജുനൻ വ്യക്തമാക്കുന്നത്. ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം ധർമ്മരക്ഷകൻ രാജാവോ പുരോഹിതനോ അല്ല, പരമേശ്വരൻ തന്നെയാണ്. കാരണം ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു ദേശത്ത് യാദൃശ്ചികമെന്നോണം പ്രത്യക്ഷപ്പെട്ട് ഒരു പരിമിത ജനവിഭാഗത്തെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ഏതെങ്കിലും ഒരു മതപ്രവാചകന്റെ അനുയായികളല്ല ഹിന്ദുക്കൾ. ഹിന്ദുവിന്റെ ലക്ഷ്യവും മാർഗവും നേതാവും ഈശ്വരൻ തന്നെയാണ്. നമ്മുടെ സനാതന ധർമ്മത്തെ കാത്തുരക്ഷിക്കാൻ മറ്റൊരു ശക്തിയെയും നാം ആശ്രയിക്കുന്നില്ല. സനാതന പുരുഷനാണ് അങ്ങെന്ന് ഞാൻ കരുതുന്നു. സനാതനസ്ത്വം പുരുഷോ മതോമേ. പുരുഷ ശബ്ദം പരമാത്മാവിന്റെ പര്യായമാണ്. പുരിഷേതേ ഇതി പുരുഷഃ. പുരത്തിൽ, അതായത് ശരീരത്തിൽ ശയിക്കുന്നവൻ, അതാണ് ആത്മാവ്. ആ പുരത്തിൽ ശയിക്കുന്നവൻ ആത്മാവ്. നവദ്വാരങ്ങളോടുകൂടിയ ഒരു പുരമാണ് ശരീരം. അതായത് ഇന്ദ്രിയ ദ്വാരങ്ങളാകുന്ന കവാടങ്ങളോടും അവയുടെ അധിഷ്ഠാന ദേവതകളാകുന്ന ദ്വാരപാലകന്മാരോടും കൂടിയ ഒരു കോട്ട. ഈ കോട്ടയ്ക്കുള്ളിൽ ആത്മാവ് അധിവസിക്കുന്നു എന്ന വേദാന്ത കൽപ്പനയുടെ ഔചിത്യം ശ്രദ്ധാർഹമാണ്. ജഗതധിഷ്ഠാനമായ പരമസത്യത്തെ കണ്ടെത്തലാണ് അല്ലെങ്കിൽ സാക്ഷാത്കരിക്കലാണ് ജീവിത പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമെന്നും അതിനെ ബാഹ്യലോകത്തിൽ തെരഞ്ഞിട്ട് പ്രയോജനമില്ല എന്നും ബഹിർമുഖത വെടിഞ്ഞ് സ്വശരീരത്തിൽ കുടികൊള്ളുന്ന അന്തരാത്മാവിലേക്ക് തിരിയണമെന്നും ഇവിടെ ധ്വനിയുണ്ട്. സനാതനമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട പരമ്പൊരുൾ തന്നെയാണ് നമ്മിലെല്ലാം കുടികൊള്ളുന്നത്. ശരീരം പ്രതി ജീവ ചൈതന്യമായി കുടികൊള്ളുന്നത് ആ പരമ്പൊരുൾ തന്നെയാണ്. വിരാട് പുരുഷ രൂപത്തിൽ അർജുനന് പ്രത്യക്ഷീഭവിച്ചു നിൽക്കുന്നതും അത് തന്നെയാണ്. പ്രാണസാക്ഷാത്കാരം അഥവാ വിശ്വരൂപ സാക്ഷാത്കാരം പ്രപഞ്ച സത്യത്തിന്റെ സർവതോമുഖമായ പ്രവർത്തന രഹസ്യം വ്യക്തമാക്കി തരുന്ന ഒന്നാണ്. പ്രപഞ്ചകാര്യങ്ങളൊക്കെ വെറും പ്രകൃതി സിദ്ധങ്ങളാണെന്ന് പലരും വാദിക്കാറുണ്ട്. പ്രകൃതി എന്ന് പേര് പറയുന്നു എന്നല്ലാതെ അതെന്താണെന്ന് ഇക്കൂട്ടർക്ക് നിശ്ചയമേ ഇല്ല. രഹസ്യമറിയാതെ ഇവിടെ കാണുന്ന പ്രവർത്തനങ്ങൾക്ക് പ്രകൃതി എന്നവർ പേരിടുന്നു. പ്രകൃതിയെ നിയന്ത്രിക്കാൻ സദാ ഉണർന്നു വർത്തിക്കുന്ന ഒരു ചേതനൻ ഉണ്ടെന്നാണ് വിശ്വരൂപ ദർശനത്തോടെ അർജുനന് ബോധ്യമായത്. ഈ ചേതനന്റെ അധീനതയിലാണ് സദാ പ്രകൃതി പ്രവർത്തിച്ചു പോരുന്നത്. പ്രകൃതി വശപ്പെട്ട് കിട്ടണമെങ്കിൽ ഈ ചേതനനെ സമീപിച്ചാലേ സാധിക്കൂ എന്നുകൂടി ഇത് സൂചിപ്പിക്കുന്നുണ്ട്. പ്രകൃതിയുടെ എക്കാലത്തുമുള്ള പൂർണ്ണ നിയന്താവായതുകൊണ്ട് ധർമ്മത്തിന്റെ ശാശ്വതമായ രക്ഷിതാവും ആ പുരുഷൻ തന്നെയാണ്. പ്രകൃതിയുടെ അടിമകളായ മറ്റു വ്യക്തികൾക്ക് ശാശ്വതമായ ധർമ്മ സംരക്ഷണം എങ്ങനെയാണ് സാധ്യമാകുന്നത്? പ്രകൃതിക്ക് അടിമപ്പെട്ട് ജനിച്ചും മരിച്ചും വികാര സങ്കല്പങ്ങളിൽ പെട്ട് ഉഴന്നും കഴിയുന്നവർ ധർമ്മത്തെ എങ്ങനെ രക്ഷിക്കാനാണ്? താൻ ധർമ്മരക്ഷിതാവാണെന്ന് അർജുനനുണ്ടായിരുന്ന മോഹം ഇതോടെ അവസാനിച്ചു. ധർമ്മരക്ഷിതാവായ ഭഗവാന്റെ കയ്യിലെ ഒരു ഉപകരണം മാത്രമാണ് താനെന്ന് ബോധ്യപ്പെടുന്ന ഒരു സന്ദർഭമാണിത്. ഇത്രയും ആയതോടെ ജഗത്തിന്റെ പരമകാരണവും ജഗത്തിന് ഏക ആശ്രയവും ഈ സനാതന പുരുഷൻ തന്നെ എന്ന് തെളിഞ്ഞു. സനാതനനായ ഈ സനാതന പുരുഷനിൽ ശക്തി സ്പന്ദന രൂപമായ പ്രാണന്റെ പ്രകടഭാവം
പ്രാണസ്പന്ദനത്തിലൂടെ വിവിധ പ്രപഞ്ച ഘടകങ്ങളുടെ ആവിർഭാവ തിരോഭാവങ്ങൾ, ഇത്രയും രഹസ്യങ്ങളാണ് വിശ്വരൂപ ദർശനം കൊണ്ട് തെളിയുന്നവ. പശ്യാമി ദേവാംസ്തവ ദേവദേഹേ സർവാംസ്തഥാ ഭൂതവിശേഷ സംഘാൻ ബ്രഹ്മാണമീശം കമലാസനസ്ഥം ഋഷീംശ്ച സർവാനുരകാംശ്ച ദിവ്യാൻ അനേകബാഹൂധരവക്ത്രനേത്രം പശ്യാമി ത്വാം സർവതോനന്തരൂപം നാന്തം ന മധ്യം ന പുനസ്തവാദിം പശ്യാമി വിശ്വേശ്വര വിശ്വരൂപ കിരീടിനം ഗദിനം ചക്രിണം ച തേജോരാശിം സർവതോ ദീപ്തിമന്തം പശ്യാമി ത്വാം ദുർനിരീക്ഷം സമന്താ ദീപ്താനലാക്കാതിഥിമപ്രമേയം ത്വമക്ഷരം പരമം വേദിതവ്യം ത്വമസ്യ വിശ്വസ്യ പരം നിധാനം ത്വമവ്യയ ശാശ്വത ധർമ്മഗോപ്താ സനാതനസ്ത്വം പുരുഷോ മതോ മേ.